ഹലോ നമസ്കാരം, കുക്കേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ഡിഷായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചിക്കൻ ബിരിയാണി. അതിനായിട്ട് നമ്മൾ ചിക്കനാണ് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അതിലേക്ക് അല്പം ഉപ്പ്, കുരുമുളക് പൊടി, ചിക്കൻ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം, നല്ല ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ ചിക്കനിൽ. മഞ്ഞൾപ്പൊടി, ഇനി അല്പം മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി അല്ല കേട്ടോ. ഇനി അല്പം കോൺഫ്ലവർ. നമ്മൾ ബിരിയാണി പൊരിച്ചിട്ടാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത്. ഇനി നമുക്കതിലേക്ക് ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ, ഇനി ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് നന്നായി കുഴച്ച് ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളൊരു ചെമ്പ് വെച്ച്, ബിരിയാണി ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ച് നമുക്ക് ബിരിയാണി ആയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇടാനുള്ള ഉള്ളി ആദ്യം നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതിനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ വേഗം ഉള്ളിയൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഏകദേശം ഉള്ളിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്, നമുക്ക് കോരി വെക്കാം. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് പച്ചപ്പട്ടാണി, അതിന് കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ പച്ചപ്പട്ടാണി ആദ്യമായിട്ട് നന്നായി വാട്ടിയെടുക്കണം. അതേ നെയ്യിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ചായി വരുമ്പോൾ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തതിന് ശേഷം ആയിട്ടുണ്ട്. ഇനി ഗ്രാമ്പു, പട്ട, ബിരിയാണി ഇല, ജീരകം എന്നിവ ചേർത്തിട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കണം. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അത് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതൊരു പകുതി തിളച്ച് വരത്തക്ക വിധമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കഷ്ണം നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, ഏകദേശം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. ബിരിയാണി അരി ചേർത്ത് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ ഓരോ കഷ്ണങ്ങൾ ഇട്ട് പൊരിച്ചെടുക്കാം. ചിക്കൻ ഡീപ്പായിട്ട് നമ്മൾ മുരിച്ചൊന്നും എടുക്കുന്നില്ല, അത്യാവശ്യം ഒന്ന് മുരിഞ്ഞാൽ മാത്രം മതി കേട്ടോ. നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിന് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്കൊന്ന് പൊരിച്ച് മാറ്റിയെടുക്കാം.
ഇനി ആ സമയം കൊണ്ട് നമ്മുടെ ചോറൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം അതൊരു 3/4 ഭാഗത്തോളം വേകാറായിട്ടുണ്ട്. നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് കൊടുക്കണം നമ്മൾ മാറ്റി വെച്ചത്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കറക്റ്റ് പാകത്തിന് വേവാകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിലേക്ക് കനലിട്ട് കൊടുക്കാം കേട്ടോ. മേലേക്ക് നമ്മൾ അടുപ്പിലാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് കനൽ മേലെ കൂടെ ഇട്ട് കൊടുക്കാം. ആ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ചോറിൻ്റെ വേവാകും. ഇനി നമുക്ക് ഇറച്ചി വറുത്ത് കോരിയ എണ്ണയിലേക്ക് തന്നെ സവാള ചേർത്ത് വഴറ്റാം. അതായത് നമ്മൾ ബിരിയാണിക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് അല്പം ഉപ്പൂടെ ചേർത്ത് നന്നായി ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചെടുത്താണ്. ചതച്ചതിൽ കൂടുതൽ ഒന്നും കൂടെ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ആ പരിപാടിയിൽ നമ്മൾ മിക്സ് ചെയ്തു. അതിലേക്ക് അതൊന്നായി വരുമ്പോൾ, മൂത്ത് വരുമ്പോൾ, അതിൻ്റെ പച്ചമുളക് മാറി വരുമ്പോൾ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കാം. അത് ഏകദേശം ഒന്നായി വരുമ്പോൾ ഇനി നമുക്കതിലേക്ക് നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഒരു ലെയറും നമ്മുടെ മസാല ഒരു ലെയറും, അങ്ങനെ ഓരോ ലെയറാക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയുണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.